അറിയില്ല കേട്ടോ. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? നിങ്ങൾ വരുന്നുണ്ടോ? അത് നമുക്ക് പോയാലോ? നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അബർഡീൻ ഷയറിലെ സ്റ്റോൺ ഹെവനിനടുത്തുള്ള ക്രൗട്ടൺ എന്ന പ്ലേസിലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു ഫിഷിംഗ് വില്ലേജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടുത്തെ മെയിൻ ആൾക്കാരുടെ തൊഴിലെന്ന് പറയുന്നത് ഫിഷിംഗ് ആയിരുന്നു. അവരുടെ പ്രതാപകാലത്ത് അവർക്ക് സ്വന്തമായിട്ട് ബോട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു, മീൻചന്ത തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഓവർ ഫിഷിങ്ങും കാര്യങ്ങളെല്ലാം കാരണം ഇതെല്ലാം നശിച്ച് ഇപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമായിട്ട് ഇങ്ങനെ കിടക്കുക. അവിടേക്ക് എത്തിച്ചേരാന്ന് പറയുന്നത് കുറച്ച് റിസ്കി പോലെ എനിക്ക് തോന്നി. കാരണം നമ്മൾ സൂക്ഷിച്ച് ഇറങ്ങണം, പ്രത്യേകിച്ച് പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ. ഷൂ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ പരിചയമുള്ളവർക്ക് ചാടി ചാടി അങ്ങ് പോവാം. നമുക്ക് അത്ര അങ്ങ് പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം എടുത്തു അവിടെ ചെല്ലാനായിട്ട്. ഒരു 15-20 മിനിറ്റ് എടുക്കും നടന്നെത്താനായിട്ട്. പിന്നെ ഉണ്ടല്ലോ, മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ്. നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഓരോരോ ഈ പാറകളായാലും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഓരോ സ്ഥലത്തും ഓരോ കളറാണ്. എനിക്ക് തോന്നുന്നൊരു മഞ്ഞ കളർ കാണുന്നത് പൂപ്പൽ പോലത്തെ ഒരു സാധനമാണ്. അതിപ്പോൾ ഈ സമ്മറും കൂടെ വന്നപ്പോൾ അത് ഉണങ്ങി പിടിച്ച് ഒരു മഞ്ഞ ഡിസൈൻ പോലെ ആയിട്ടുണ്ട്. ശരിക്കും ഫോട്ടോ ഒക്കെ എടുക്കാൻ എന്നാ ഭംഗിയെന്നോ. ഞങ്ങൾ ഇതിനു മുന്നേ പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെയിം സ്പോട്ടിലുള്ള പലതരം ഫോട്ടോസ് ഉണ്ട്. ഇതേ ഇപ്പോൾ കണ്ടില്ലേ, പാറയുടെ കളർ മാറി, ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറായി. ഇപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഏകദേശം ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാമായിരിക്കുമല്ലോ, ചേട്ടന്മാരവിടെ മീൻ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇംഗ്ലീഷുകാർ തന്നെയാണെന്ന് അറിയില്ല കേട്ടോ, വേറെ രാജ്യക്കാരും വന്നിട്ട് പല സ്ഥലത്ത് നിന്ന് ഓരോരുത്തരും ഓരോ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവർ ചൂണ്ടിയിട്ട് തുടങ്ങി. നമ്മളെന്തായാലും കറക്റ്റ് ടൈമിലാണ് വന്നപ്പോഴേക്കും ഒരു ചേട്ടൻ അവിടെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് മാക്രലാണ് കേട്ടോ, നമ്മുടെ അയില മീനില്ലേ, അതാണ് ഇവിടെ ഈ ചൂണ്ടയിൽ കിട്ടുന്നതെന്ന് തോന്നുന്നു. നമ്മളെപ്പോൾ വന്നാലും ഈ മീനെ കിട്ടാറ്. പിന്നെ പൊള്ളോക്കെന്ന് പറഞ്ഞ മീനും ചിലപ്പോൾ ചില സമയത്ത് കിട്ടാറുണ്ട്. നമുക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. നമുക്ക് എപ്പോൾ വന്നാലും കിട്ടുന്നത് ഈ അയിലയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഒരു പേടി പോലെ തോന്നുമായിരിക്കും. പക്ഷേ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അത്ര പേടിയൊന്നും തോന്നില്ല കേട്ടോ. നല്ല രസമായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കൂടുതലും. പക്ഷേ ഇപ്പം ഞാൻ ആയാലും ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നു, എൻ്റെ ദൈവമേ ഇത്രയും ഇത് ഇവിടെ നിന്നിട്ടാണോ മീൻ പിടിച്ചതെന്നൊക്കെ തോന്നും. പക്ഷേ ആ സമയത്ത് നമുക്കിതൊന്നും തോന്നണില്ല. പിന്നെ ഫിഷിങ്ങിന് മെയിനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, മെയിനായിട്ട് വേണ്ട ക്ഷമയാണ്. ചില ദിവസങ്ങളിൽ ഒന്നും കിട്ടില്ല. ചില സമയത്താണെങ്കിൽ ഇഷ്ടം പോലെ ചാകര പോലെ കിട്ടും എന്ന് പറയണോ, ഇഷ്ടം പോലെ മീൻ കിട്ടുകയും ചെയ്യും. ഇവിടെ ഇപ്പം എല്ലാവരും മീൻ പിടുത്തം തുടങ്ങി. നമുക്ക് നിമിച്ചേനോട് ചോദിക്കാം. നിമിച്ചേട്ടൻ സ്ഥിരം മീൻ പിടിക്കാൻ വരുന്ന ആളാണ്. നിമിച്ചേനോട് ചോദിച്ചു നോക്കി ഇന്നത്തെ ഫിഷിങ് എങ്ങനെയുണ്ടായിരുന്നു. നിമിച്ചേട്ടൻ വെതർ എങ്ങനെയുണ്ട് ഇന്നത്തെ? വളരെ മോശം. ടൈഡ് ആകത്തുള്ളൂ. ടൈഡ് ആയി കഴിയുമ്പോൾ സാധാരണ മീൻ നമുക്ക് കിട്ടുന്നുണ്ട്. ടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഡിന് വെള്ളം കയറി വരുന്നത് മീൻ അടുത്ത് വരും, ഇങ്ങോട്ട് അടുത്തോട്ട് മീൻ വരും. സാധാരണ ഈ ദിവസങ്ങളൊക്കെ കിട്ടാറുള്ളതാണ് ഇങ്ങനത്തെ വെതർ. ടൈഡ് നോക്കി, ടൈഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടൈഡ് 4:30-ക്കാണ്. 4 എന്ന് പറഞ്ഞാൽ അതിനൊരു 1.5-2 മണിക്കൂർ തൊട്ടേ മീൻ കൊണ്ട് അടുത്തോട്ട് വരാൻ പറ്റും. ഇതിപ്പോ ഈ ചൂണ്ടയിൽ ഒരു ടൈപ്പ് മീൻ മാത്രമേ വരുള്ളൂ ഏട്ടാ? ഏത് ടൈപ്പ് മീനാണ് കൂടുതലും കിട്ടുന്നത്? അയില, മാക്രൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ചൂണ്ട അതിനു വേണ്ടി മാത്രമുള്ളതാണോ? ചില സമയത്ത് വേറെ ഈ പൊള്ളോക്ക് കിട്ടാറുണ്ട്. ചില സമയത്ത് വളരെ റയറായി. ഇതിപ്പോൾ ഇപ്പം 5 ഉണ്ട്, 5 ഉൾക്കുണ്ട്. ചില സമയത്ത് ഇത് 5 എല്ലാത്തിനും മീൻ ഉൾക്കുന്നു ഭയങ്കരമായിട്ട്. ചില ടൈമിലൊക്കെ 20 കൊടുക്കും. അത് ഇഷ്ടംപോലെ മീൻ കിട്ടും. ഞങ്ങളൊക്കെ ഇവിടുന്ന് റെക്കോർഡ് 1000 മീനെ പിടിച്ചിട്ടുണ്ടോ 4 രൂപ. നമുക്ക് ഈ മാക്രൽ അല്ലാണ്ട് വേറെ മീനൊന്നും ഇല്ല ഇവിടെ. അതുകൊണ്ട് സീവാസ് ഉണ്ട്. സീവാസ് പിടിക്കാതെ വേറെ അതിനുള്ള പ്രത്യേകിച്ച് ചൂണ്ടയുണ്ട്. നമുക്ക് പാടാണോ അത് പിടിക്കാൻ?
ഇങ്ങനെയുള്ള കടലില്ല. സീവാസ് കടലിൽ കരയോട്ട് അടുത്ത് വരുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ചൂടുള്ള വെള്ളം, അതായത് പുറത്തുനിന്ന് എന്നാ പറയുന്നത് ഇവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ പവർ സ്റ്റേഷനിൽ വെള്ളം ചൂടുവെള്ളം പുറത്തേക്ക് തള്ളുന്നത്. ആ സമയത്ത് സീവാസ് അവിടെ നന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പിടിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഫിഷിങ്ങിന് പെർമിഷൻ വല്ലതും വേണോ? അത് ഇവിടെ ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും വന്ന് ഇതാ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമുക്കൊരു ഗസ്റ്റ് കയറി വന്നിട്ടുണ്ട്. സീകള് അല്ലെങ്കിൽ കടൽക്കാക്ക എന്ന് പറയുന്ന പക്ഷിയാണേ. ഇവന്മാരുടെ താവളാണ് ഇവിടെ. ഒത്തിരി സീഗൾസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ചൂണ്ടിടുന്നിടത്ത് ഇവന്മാരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം മീൻ പിടിച്ചുകൊണ്ടുപോകാനാണേ. പക്ഷെ നമുക്ക് ഇവന്മാർ ഭയങ്കര ശല്യമാണ്. കാരണം നമ്മുടെ ചൂണ്ട പൊട്ടിപ്പോവും. ഇവന് ഭാഗ്യമുണ്ട്, കാരണം ഒന്നും പറ്റിയില്ല. നിമ്മിച്ചേട്ടനും ആ ചേട്ടനും കൂടെ അതിനെ പതുക്കെ ചൂണ്ടയിൽ വിടിയിച്ചു. നമ്മുടെ ചൂണ്ടയും പൊട്ടിപ്പോയില്ല, പറത്തി വിട്ടു. ഇതുപോലെ തന്നെയുള്ള വേറൊരു ശല്യക്കാരനാണ് നമ്മുടെ സീല്. ഇവന്മാരും വന്നിട്ട് ഈ ചൂണ്ടയിൽ കൊളുത്തുന്ന മീനെ വന്ന് തിന്നാനായിട്ട് വരും. അപ്പം ഈ ചൂണ്ടക്കൊളുത്തോട് സഹിതം അവന്മാരത് പിടിച്ചിട്ടു. അങ്ങനെ ഒത്തിരി ചൂണ്ടക്കൊളുത്ത് ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് ഈ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പാറയുടെ പൊക്കത്ത് നിന്നിട്ടുള്ള ചൂണ്ടയിടുന്നത്. അപ്പം അടിയിൽ ഒത്തിരി പാറയുണ്ട്. അപ്പോൾ ഈ ചൂണ്ടയിടുമ്പോൾ ചില സമയത്ത് ചൂണ്ടക്കൊളുത്ത് പാറയിൽ ഇങ്ങനെ തട്ടിയിട്ട് അങ്ങനെയും കുറേ ചൂണ്ടക്കൊളുത്ത് പൊട്ടിപ്പോകുന്നുണ്ട്. അവിടെ നിമ്മിച്ചേൻ്റെ നേതൃത്വത്തിൽ ഇച്ചായനം അവിടെ ചൂണ്ടിയിട്ട് നോക്കണുണ്ട്. എന്തോ ഒരെണ്ണം കൊളുത്തിന്ന് തോന്നണു. കുറേ നേരം കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മീൻ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലിംഗ് ആട്ടോ. വെറുതെ അല്ല ആൾക്കാർ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യുന്നത്, എന്നിട്ട് ചിലപ്പോൾ ഒന്നും കിട്ടത്തുമില്ല. നമ്മൾ ഈ ഫിഷിങ് ചെയ്യണതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ പേരാണ് ക്രൗട്ടൺ വാട്ടർഫാൾ എന്ന്. അവിടെ ഒത്തിരി സീഗൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ സൗണ്ട് കേൾക്കാം. നമ്മളിപ്പോൾ ശരിക്കും അവിടെ വരുമ്പോഴല്ലോ ഈ സീഗൾസിൻ്റെ സൗണ്ടാണ് മെയിനായിട്ട്. അതൊരു പ്രത്യേക വല്ലാത്തൊരു സൗണ്ടാണ്. നല്ല രസമാണ് കേൾക്കാനായിട്ട്. ഇതിൻ്റെ പല ഭാഗത്തു നിന്നിട്ടും ആൾക്കാരിങ്ങനെ ചൂണ്ടിയിടുന്നുണ്ട്. നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. നമ്മൾ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് പോന്നു, ഫിഷിങ് നിർത്തിയിട്ട് പോന്നു. നിമ്മിച്ചേട്ടനും ടീംസ് എല്ലാം വീണ്ടും ഫിഷിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇന്ന് വെതർ നല്ല വെതറായിരുന്നേ. നല്ല വെതറുള്ള ദിവസം നോക്കി വരുവാണെങ്കിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും.
ഞങ്ങളൊരു ഏകദേശം 6:30-7 മണിയോടുകൂടി വീട്ടിലോട്ടേക്ക് പിന്നെ തിരിച്ചു പോന്നു. 7 മണിയായിട്ട് ഇരുട്ടാവുന്നുണ്ടോ നോക്കിക്കേ. സ്കോട്ട്ലൻഡിൽ ഇവിടെ സമ്മറിൽ ഒരു 9:30-10 മണിയൊക്കെ ആവണം ഒന്ന് ഇരുട്ടായി തുടങ്ങണമെങ്കിൽ. നമുക്ക് കൂടുതലും ഡേ ആണ്, നൈറ്റ് വളരെ കുറവാണ്. എന്നാൽ വിൻ്ററിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. വീട്ടിലെത്തിയതാ. നമുക്ക് 4 അയിലേനെ കിട്ടിയിട്ടുണ്ട്. യുവമാരെ പിടിച്ച് നമുക്ക് കുക്ക് ചെയ്താലോ? ഞാൻ വിചാരിക്കണ പൊള്ളിച്ചെടുക്കാമെന്ന്. ഫുൾ ലെങ്ത് കുക്കിംഗ് വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ പോവാം. ആദ്യം തന്നെ ഇവരെ ക്ലീൻ ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കണമെങ്കിൽ 4 അയില മീൻ അവനിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി സാധാരണ നമ്മൾ മീൻ തിരുമ്മി വെക്കണമെങ്കിൽ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇട്ടിട്ട് നന്നായി തിരുമ്മി ഏകദേശം 1 മണിക്കൂറോളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറിന് ശേഷം ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഈ മീൻ ഞാനൊന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ പുറമൊന്നും പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം. ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ചുമ്മാ മസാല പുരട്ടി കുറച്ച് നേരം തിരിഞ്ഞ് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇത് അവനിലോട്ട് വെക്കാം. ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് അവനിലോട്ട് വെക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് മാത്രം. പിന്നെ നമുക്ക് മസാല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ മസാല കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതോട്ട് മീൻ വയ്ക്കാം. അത് കഴിഞ്ഞ് ആ മീനിൻ്റെ പുറത്തോട്ടേക്ക് വീണ്ടും മസാല വയ്ക്കാം. അവലിൽ വെക്കുമ്പോൾ ഈ അടിയിൽ വെച്ചേക്കണ മസാല എന്തായാലും ഒന്ന് കരിഞ്ഞ പോലെ ആവും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൺസിസ്റ്റൻസി അത്. ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നേരത്തെ എടുക്കുക. ഇതിപ്പോൾ ഞങ്ങൾ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റാണ് വെക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി മീൻ ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തുകൊണ്ട് നമുക്ക് അധികം നേരം വെക്കേണ്ട കാര്യമില്ല. ചിലവരെന്ന് വെച്ചാൽ ഈ ഉള്ളി ഒന്നും വഴറ്റാതെ ഡയറക്റ്റ് മീൻ മസാല പുരട്ടിയിട്ട് ഉള്ളി അരിഞ്ഞ് അതുപോലെ തന്നെ വെക്കും. ഞാനിത് രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ മെത്തേഡ് ചൂസ് ചെയ്യണേ. നമ്മൾ സ്റ്റൗവിലാണ് വെക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് വാഴയില ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കാരണം ആ വാഴയിലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ മീനിന്. അത് നമ്മൾ ഒരു പാനിലോട്ട് വെച്ചിട്ട് മൂടികയുള്ള ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് വെച്ചിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോഴായാലും നല്ല ടേസ്റ്റാണ്. ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് വീഡിയോ ലെങ്ത് ഓൾറെഡി കൂടുതലായതുകൊണ്ടാണ്. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞങ്ങൾക്ക് അയല ഈ കറി വയ്ക്കുന്നതിനേക്കാളും വറക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. ഞങ്ങളപ്പോൾ കൂടുതൽ ഈ അയല കിട്ടുവാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും ചെയ്തെടുക്കാറ്. നിങ്ങളും പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. Thank you so much for watching. Thank you.